ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ യു കെയിലാണെന്നും നഴ്സിംഗാണ് പഠിക്കുന്നതെന്നും ഒക്കെ. സോ ഞാൻ ഇന്നോർത്തു ജസ്റ്റ് ഒരു ചെറിയ ബ്രീഫ് പോലെ എൻ്റെ യു കെ ജേർണി പറയാമെന്ന്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഏപ്രിൽ 2024 ഇവിടെ യു കെയിലെത്തിയത്. യു കെ എന്ന് പറയുമ്പോൾ ഞാൻ വെയിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, സൗത്ത് വെയിൽസിൽ. ഓക്കെ, ഞാൻ എൻ്റെ പ്ലസ് ടു കഴിയുന്നത് 2022 എൻ്റെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ട് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ പുറത്തു പോയി പഠിക്കണം എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡേ ഇൻ മൈ ലൈഫും പുറത്ത് ഓരോ സ്റ്റൈലും ഈ സംഭവങ്ങളൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇങ്ങനെ ചെറുപ്പം തൊട്ടേ എനിക്കിങ്ങനെ മേക്കപ്പ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ ഞാനിങ്ങനെ നോക്കിയപ്പം പുറത്തെ സ്റ്റൈല് നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലാത്ത പോലത്തെ ഒരു സ്റ്റൈല് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ആഗ്രഹം തോന്നുമല്ലോ. അങ്ങനെ ഞാനിങ്ങനെ ചെറുപ്പം തൊട്ട് മമ്മിയോടും ഡാഡിയോടും പറയായിരുന്നു. എനിക്ക് ഫസ്റ്റ് അറിയില്ലായിരുന്നു നമുക്കിങ്ങനെ അബ്രോഡ് പോയി പഠിക്കാൻ പറ്റുമെന്നൊക്കെ. പിന്നെ ലേറ്ററാണ് ഇങ്ങനെ അബ്രോഡ് പോയി പഠിക്കാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ഞാൻ അറിഞ്ഞു വന്നത്. കാരണം അന്നത്തെ ഞാൻ 7-8 പഠിക്കുന്ന സമയത്ത് അങ്ങനെ വലിയ സ്റ്റഡി അബ്രോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വലിയ ഫേമസ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 10ാം ക്ലാസ്സിലൊക്കെ കയറിയപ്പോഴാണ് തോന്നുന്നു സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നത് തന്നെ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ അപ്പോഴേ വീട്ടിൽ പറഞ്ഞു എനിക്ക് വെളിയിൽ പഠിക്കണം, എനിക്ക് വെളിയിൽ പഠിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറയാം. അപ്പം മമ്മീൻ്റെ ഡാഡിയും പറഞ്ഞ് ആദ്യം നീ നിൻ്റെ +1 +2 കഴിയും, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ ബിറ്റ്വീൻ എൻ്റെ ചേച്ചി യു കെയിൽ പോയി. കാരണം അവൾ നാട്ടിലാണ്, നാട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവൾ കർണാടകയിലാണ്. കർണാടകയിലാണ് അവൾ നഴ്സിംഗ് പഠിച്ചത്, മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ. അങ്ങനെ മാള് നഴ്സിംഗ് എല്ലാം കഴിഞ്ഞ് മാളും അങ്ങനെ യു കെയിലോട്ട് വന്നപ്പോഴത്തേക്കും മാളും ഇവിടുത്തെ ഓരോ സ്റ്റൈലും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഫോട്ടോ ഒക്കെ അയച്ച് ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ എനിക്കും പോകണം ഇനിയിപ്പോൾ മാളും ഉണ്ടല്ലോ, അപ്പോൾ മാളും എനിക്ക് കൂട്ടായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വീട്ടിലൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അങ്ങനെ എൻ്റെ +2 2022 കഴിഞ്ഞു. എനിക്ക് വേറൊരു സെക്കൻഡ് തോട്ടേ ഇല്ലായിരുന്നു. ഞാൻ നേരെ ചെന്ന് IELTS പഠിച്ചു, IELTS പാസ്സായി. അങ്ങനെ IELTS ക്ലിയർ ചെയ്ത് ഞാൻ ഏജൻസീനെ മീറ്റ് ചെയ്തു. അങ്ങനെ കുറേ ഏജൻസീനെ ഞാൻ മീറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ ഏജൻസീനെ മീറ്റ് ചെയ്തപ്പോഴത്തേക്കും പല കൺട്രീസ് എനിക്ക് ഇങ്ങനെ അവർ ഓഫർ ചെയ്തു. നമ്മുടെ ഓസ്ട്രേലിയ, കാനഡ, UK, ജർമ്മനി, അങ്ങനെ കുറേ ഓപ്ഷൻസ്. അങ്ങനെ ഞാൻ കുറേ യൂണിവേഴ്സിറ്റിയിലൊക്കെ അപ്ലൈ ചെയ്തു. എല്ലാ യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർവ്യൂ വന്നു, എല്ലാം അറ്റൻഡ് ചെയ്തു, എല്ലാത്തിനും ഞാൻ പാസ്സായിരുന്നു. അങ്ങനെ ഓഫർ ലെറ്ററൊക്കെ വന്നപ്പം ഭയങ്കര ഹ്യൂജ് എമൗണ്ടാണ് ട്യൂഷൻ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഇത്രയും പൈസ, കാര്യം നമുക്ക് ലോൺ ഉണ്ടെങ്കിലും ഇറ്റ് വിൽ ബി എ ബിഗ് ബേർഡൻ നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇത് വലിയൊരു ബേർഡൻ ആവുമെന്ന് ഓർത്ത്. എന്ന് വെച്ചാൽ നമുക്കും അതൊരു ഇതായിരിക്കും, വീട്ടുകാർക്കും ഒരു ടെൻഷനായിരിക്കും എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ അതെന്നെ ഒന്ന് ബാക്കിലോട്ട് വലിച്ചായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയിരുന്നപ്പോഴാണ് പിന്നെ ജർമ്മനി ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നിയത്. ഇങ്ങനെ ഇത്ര എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ ജർമ്മനിയാണ് ബെറ്റർ എന്ന് തോന്നി. ഞാനങ്ങനെ നേരെ, കാരണം എനിക്ക് വെളിയിൽ പോയി പഠിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ ജർമ്മൻ പഠിക്കാനങ്ങനെ വലിയ താല്പര്യമില്ലായിരുന്നു, എന്നാലും ഞാൻ പോയി, എനിക്ക് വെളിയിൽ പോകണം. അപ്പോൾ അങ്ങനെ ഞാൻ ജർമ്മൻ പഠിച്ചു, അത് ക്ലിയർ ചെയ്തു. അങ്ങനെ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും എന്തായി, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ദൈവമായിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് സ്കീം വെയിൽസിൽ യു കെയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഞാൻ വിശ്വസിച്ചില്ല, കാരണം ഇത് ഫോൾസ് ന്യൂസ് ആയിരിക്കും എന്ന് ഓർത്തിട്ട് ഞാൻ വിശ്വസിച്ചില്ല. കാരണം ഇത് ഫസ്റ്റ് ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് വന്ന് ഡാഡിയാണ് എന്നോട് വന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അതിന് അപ്ലൈ ചെയ്തു, എല്ലാം കഴിഞ്ഞു, ഇൻ്റർവ്യൂവും എല്ലാം കഴിഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടി. അപ്പം ഈ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ട്യൂഷൻ ഫീസ് ഇല്ല, നമ്മുടെ ലിവിങ് എക്സ്പെൻസ് മാത്രം നമ്മൾ മീറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഇവിടെ എത്തി, ദൈവകൃപ കൊണ്ട് അങ്ങനെ ഇവിടെ എത്തി. ഇപ്പോഴത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, 3rd ഇയറിലോട്ട് കയറാൻ പോകുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, ഇങ്ങനെ ഇങ്ങോട്ട് എങ്ങനെയാണ് വന്നേ, ഇങ്ങോട്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ പഠിത്ത രീതികൾ, ഇത് വല്ല ഇങ്ങനെ കള്ളത്തരമാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. എല്ലാത്തിലും ഉണ്ടാകുന്ന പോലെ ഒബ്വിയസ്ലി ഇതിനും ഉണ്ട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ. പക്ഷേ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കാരണം ഇങ്ങനെ ഇപ്പം നമുക്ക് വെളിയിലോട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്, മിനിമം എക്സ്പെൻസാണ്, നല്ലതല്ലേ. അപ്പം എന്തോ ഭാഗ്യം കൊണ്ട്. അപ്പം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനിങ്ങനെ ചില സമയത്ത് ആലോചിക്കും, എൻ്റെ ഭയങ്കര ഒടുക്കത്തെ ആഗ്രഹം കാരണം ദൈവമായിട്ട് കൊണ്ടുവന്ന് എനിക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ എത്തിച്ചതാണ്.
അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പം അടുത്ത ബാച്ച് കഴിഞ്ഞു എന്ന് തോന്നുന്നല്ലേ +2. ഇപ്പം ആൾക്കാർ നോക്കുമായിരിക്കും, ഇങ്ങനെ പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. സോ അത്രയേ ഉള്ളൂ. That's it. So see you in another video. Bye.